എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിൽ ഒരുവനോ ഒരുത്തിയോ ഈ സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ ഈമാനുള്ള മരണം നീ ഞങ്ങൾക്ക് വിധിക്കണമേ. ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും മുഅ്മിനായി മരിപ്പിക്കണേ അല്ലാ. അതേ, നമ്മുടെ ബന്ധുക്കൾ പിന്നെ വെച്ച് താമസിപ്പിക്കില്ല, പേര് പോലും പോയില്ലേ. ആദ്യം തന്നെ നമുക്ക് നഷ്ടമായത് നമ്മുടെ അഡ്രസ്സാണ്. എവിടെ ഹുസൈനെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല, അബൂബക്കറിനെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല, ഉമറിനെ കഫൻ ചെയ്തോ എന്ന് ചോദിക്കില്ല, ഫാത്തിമയെ കബറടക്കിയോ എന്ന് ചോദിക്കില്ല, ഖദീജയെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല. ചോദ്യം മുഴുവനും പിന്നെ ബന്ധുക്കൾ അടക്കം പറയുന്നത് എപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത്, എപ്പോഴാ മയ്യത്ത് കഫൻ ചെയ്യുന്നത്, എപ്പോഴാ ജനാസ പള്ളിയിലേക്ക് എടുക്കുന്നത്, എപ്പോഴാ ജനാസയുടെ പേരിൽ നിസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്, എപ്പോഴാ ഖബറിലെ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്നത്. പേര് പോലും പോയില്ലേ പ്രിയമുള്ളവരെ. എന്നിട്ടാണോ ഈ വാശിയുമായി നടക്കുന്നത്? ആരെയൊക്കെയാ തെറി പറയുന്നത്, ആരെയൊക്കെയാ കാഫിറാക്കുന്നത്, ആരെയൊക്കെയാ മുശ്രിക്കാക്കുന്നത്, ആരെയൊക്കെയാ പല പേരുകളിലും വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇതിന് പ്രോത്സാഹനം നൽകുന്ന ആരും നമ്മുടെ കൂടെ ഖബറിൽ വക്കാലത്ത് ഏറ്റെടുക്കില്ല. പറഞ്ഞ നമ്മുടെ തന്നെ ജീവിതം അത് ഖബറിൽ ഒതുങ്ങുകയാണ്. പ്രോത്സാഹിപ്പിച്ച നേതാക്കളില്ല, പറഞ്ഞോ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞ് വിളിപ്പിച്ച പ്രഭാഷകരില്ല, ആരും കൂടെയില്ല.